സിനിമാ പ്രേമികളായ മലയാളികളുടെ എല്ലാം മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഇന്നസെൻ്റ്. ഇന്നസെൻ്റ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞെങ്കിലും ഇന്നസെൻ്റ് വീണ്ടും സിനിമയിലേക്ക് എത്തുകയാണ്. അരിഞ്ഞെട്ടണ്ട. അപ്പോൾ ജൂനിയർ ഇന്നസെൻറ്റിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ചേട്ടൻ്റെ കൊച്ചുമകനാണ്. അപ്പോൾ ഹായ് ഗൈസ് എന്ന പേരിൽ ഇറങ്ങുന്ന പുതിയ ചിത്രം, ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നസെൻ്റ് തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഇന്നസെൻ്റ് നമസ്കാരം. അപ്പോൾ പേരിൽ ഇന്നസെൻ്റ് എന്നുള്ള പേര് മലയാളികൾക്ക് ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളിത് നമ്മളിപ്പം ഈ ഒരു സിനിമയിലൂടെ പുതിയ ഒരാളെ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു ഈ സിനിമയെക്കുറിച്ചും കൂടി? വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. AM ഏലിയാസാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. ജോസഫ് തൃക്കുകാരൻ ആണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഇവർ നമ്മളെ ഒരു വർഷം മുമ്പാണ് നമ്മുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനൊരു സിനിമയുണ്ട്. എന്നെ ആദ്യമായി സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടിനി ടോമങ്കിളാണ്. അപ്പോൾ ഇവരൊരു വർഷം മുമ്പ് എൻ്റെ അടുത്തേക്ക് വരികയും നമുക്കിങ്ങനെ ഒരു സിനിമയുണ്ട്, നമുക്കിത് ചെയ്യാം എന്ന് ഞാൻ ഇവരോട് നമുക്ക് ഉറപ്പ് തന്നു. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പൂജയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ കുറേ പേരിങ്ങനെ കാണുകയും നമ്മുടെ അടുത്ത് അപ്പാപ്പൻ്റെ ചായയൊക്കെ ഉണ്ടെന്നൊക്കെ പറയും ഒക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. ഇന്നസെൻ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരും മനസ്സിൽ എന്ന് പറയുന്നത് ഇന്നച്ചേട്ടൻ്റെ തമാശകളാണ്. അതുപോലെ തന്നെ കരയിപ്പിക്കുന്ന ഒരുപാട് വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അത് വലിയൊരു ഉത്തരവാദിത്തമല്ലേ നിങ്ങൾക്ക്? അതെ, വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ പേര് നമ്മൾ നിലനിർത്തണമല്ലോ. അപ്പോൾ അതെന്തായാലും അതിനേക്കാളും മികച്ച രീതിയിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും തന്നെയാണ് നമ്മുടെ ഒരു. ജോസഫ് തൃക്കൂക്കാരനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. IM ഏലിയാസാണ് ഈ ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഇന്നസെൻറ്റിൻ്റെ കൊച്ചുമകൻ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഈ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നതും ഭയങ്കര ഈ ഒരു കാലഘട്ടത്തിന് ചേർന്ന അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതെ. അതായത് ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്കതിൽ സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മയക്കുമരുന്നെതിരായിട്ടുള്ള ഒരു സംഭവം, അതുപോലെ തന്നെ പഠിക്കാത്ത കുട്ടികൾ പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ, അതും നമുക്കത് വല്ലാത്തൊരു ഇത് ചെയ്തു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനൊരു അറുതി വരുത്തണത്. ഈ പടം കൊണ്ട് ആരെങ്കിലും കുറച്ചാളെങ്കിലും ഇത് കൊണ്ട് പിന്തിരിയാൻ പറ്റിയാൽ അത് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇങ്ങനെ സിനിമയിലേക്ക് ആദ്യം കയറുന്ന സമയത്ത് അപ്പാപ്പൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ അപ്പാപ്പൻ ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പാപ്പനായിരിക്കും എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക എന്നുള്ളത്. അപ്പോൾ അപ്പാപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇന്നസെന്റിന് ഇഷ്ടമുള്ള സിനിമ ഏതാ? ഒരുപാട് സിനിമകളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം കാബൂളിവാലയാണ്. കാബൂളിവാല. ഓക്കെ. അപ്പം എന്തായാലും സിനിമയിൽ അപ്പാപ്പനേക്കാൾ അല്ലെങ്കിൽ അപ്പാപ്പനേക്കാളോ ഉയരത്തിലെത്താനായിട്ട് ഈ ഇന്നസെന്റിനും കഴിയട്ടെ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. തത്സമയം ലിഷോയ് ചേരുന്നു നമുക്കൊപ്പം. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ അപ്പാപ്പൻ കുറച്ചുകൂടെ ഭയങ്കര രസകരമായിട്ട് സംസാരിച്ച് ചിരിപ്പിച്ച് സ്വയം ചിരിച്ച് അതൊരു കലയാണ് കാണാൻ. പക്ഷേ ഈ കൊച്ചുമോൻ ഇന്നസെന്റ് രസകരമാണെങ്കിലും അല്പം ഗൗരവക്കാരനാണോ എന്ന് സംശയം തോന്നിപ്പോകുന്നു. പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയൊക്കെ ഉള്ളതുപോലെ. ഗുഡ് മോർണിംഗ് മോദി. അതെ, അതും പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം ഈ ക്യാമറയൊക്കെ ഓണാക്കിയപ്പോൾ അധികം ഈ പരിചയം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു നെർവസ്നെസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആൾ സംസാരിക്കാനൊക്കെ നല്ല രസകരമായി തന്നെയാണ്. ശരിക്കും ഇന്നസെൻറ്റിൻ്റെ കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ അതേ പേരും അതേ ഭാവവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പല മാനറിസങ്ങളും ഒരുപാട് ലഭിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാനുണ്ട്. ഇനി ഇതിപ്പോൾ തുടക്കമായതിനാലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നേ ഉണ്ടാവുള്ളൂ. ഇന്നസെൻ്റ് അത്ര തഴക്കവും വഴക്കവും വന്ന ഒരു പ്രതിഭയാകാനായി കുറച്ചുകൂടി സമയമെടുക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും. പക്ഷേ ഈ പേരിലും ഒന്നാണ് രണ്ടുപേരുടെയും. അതായത് ഇന്നസെൻറ്റിൻ്റെ പേര് തന്നെയാണ്. മകൻ സോണറ്റിൻ്റെ മകനാണ് ഈ ഇന്നസെൻ്റ്, ജൂനിയർ ഇന്നസെൻ്റ് എന്ന് പറയുന്ന ഡിഗ്രി 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്. എന്തായാലും സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചപ്പോൾ, ഇന്നസെൻറ്റുമായി സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ ചെറിയ മാനറിസങ്ങളുണ്ട് ഇന്നച്ചേട്ടൻ്റെ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ജൂനിയർ ഇന്നസെൻറ്റിനും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അകലെ നിന്നൊക്കെ കാണുമ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു കുട്ടിക്കാലം എന്നുള്ളത് പലർക്കും ഇന്നസെൻ്റ് കൊച്ചുമകനാണോ അല്ലെങ്കിൽ അങ്ങനെ തൊട്ടടുത്ത ബന്ധുക്കളാണോ എന്നുള്ളത് യാതൊരു വിധത്തിലൊരു സംശയവും ആർക്കും തോന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുകയും ഇങ്ങനെ
ഇന്നസെൻ്റ് കൊച്ചുമകനാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്തു. അത്രത്തോളം ഇവർ തമ്മിലുള്ള മാനറിസങ്ങളും ഭാവങ്ങളും ഒക്കെ ഒരുപോലെയാണ്. ചില സമയത്ത് സംസാരിക്കുന്നത് പോലും ആ ഒരു ലാളിത്യത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഇരിങ്ങാലക്കുട ഭാഷയിൽ അതിങ്ങനെ സംസാരിക്കും ശരിക്കും. ഏതായാലും അപ്പാപ്പൻ്റെ ഗുണഗണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കൊച്ചുമകനും. അതുപോലെയോ ലിഷോയ് പറഞ്ഞതുപോലെ അതിൽ കൂടുതലോ ഉയരങ്ങളിൽ എത്തട്ടെ ഈ കൊച്ച് ഇന്നസെൻറ്റും എന്ന് നമുക്ക് ആശംസിക്കാം. ലിഷോയ്ക്കും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.